മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് 15ാമത്തെ പാർട്ട് 2 ആയ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടിയേക്കുന്ന തുണി ഉണ്ടല്ലോ, തുണിയുടെ ഡിസൈൻ എങ്ങനെയാണോ എന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഈ തുണിയുടെ ഡിസൈൻ ഇങ്ങനെ താഴോട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ തുണിയെ ആദ്യം ഇങ്ങനെ രണ്ടാക്കി മടക്കി, അത് കഴിഞ്ഞ് അതിനെ വീണ്ടും ഇങ്ങനെയാണ് മടക്കിയേക്കുന്നത്. കണ്ട, അപ്പൊ ഇങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് താഴേക്കാണ് ഡിസൈൻ വരാം. മനസ്സിലായെന്ന് വിചാരിക്കണേ. ഇങ്ങനെയുള്ള തുണീനെ ആദ്യം ഇങ്ങനെ രണ്ടാക്കി മടക്കി, കാരണം ഇങ്ങോട്ടേക്കാണ് ഡിസൈൻ വരുന്നത്. അതുകൊണ്ട് എന്നിട്ട് അതിനെ വീണ്ടും ഒന്നുകൂടി മടക്കി. അപ്പൊ എനിക്ക് ഇങ്ങനെ കിട്ടി. തുണി എടുക്കേണ്ട വിധം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് തുണിക്ക് വിരിവ് എന്തോരം വേണം നോക്കണം. ഇവിടെ ഏറ്റവും വിരിവുള്ള ഭാഗം എന്ന് പറയുന്നത് താഴ്ഭാഗമാണ്. നമ്മളിപ്പോ ഈ തുണിനെ ടോപ്പ് സ്കേർട്ടായിട്ട് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നില്ല, ഒറ്റ തുണി തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഏറ്റവും വിരിവ് കൂടിയ ഭാഗം 1 to 8 ആണ്. 1 to 8 നമുക്ക് 20 ഇഞ്ച് വരും. അതായത് ഒരു സൈഡിലേക്ക് മാത്രമാണ് നമുക്ക് 20 ഇഞ്ച് വേണ്ടത്. ഇപ്പൊ റൈറ്റ് സൈഡിലേക്ക് 20 ഇഞ്ച് വരും, ലെഫ്റ്റ് സൈഡിലേക്ക് 20 ഇഞ്ച് വരും. 20 എന്ന രീതിയിൽ 40 ഇഞ്ച് നമ്മൾ എടുക്കണം. തുണിക്ക് വീതി വേണം. അപ്പൊ ഞാനിതിപ്പോ ഒരു സൈഡിലേക്ക് എനിക്ക് 20 ഇഞ്ച് ഉണ്ട്. അങ്ങനെ 20 എന്ന രീതിയിൽ 40 ഇഞ്ച് എനിക്ക് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് വേണം. അങ്ങനെയുള്ളൊരു തുണിയാണ് ഞാൻ എടുത്തേക്കണം. ആ തുണീനെ ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടപ്പോ ഫ്രണ്ടിലേക്ക് 40 ഇഞ്ച് കിട്ടി, ബാക്കിലേക്കും 40 ഇഞ്ച് എന്ന രീതിയിൽ കിട്ടി. മനസ്സിലായില്ലേ? ഇങ്ങനെ വേണം, അത്രയും വീതിയുള്ള ഒരു തുണി വേണം നിങ്ങൾ ഈ ഡ്രസ്സ് തയ്ക്കാനായിട്ട് എടുക്കാനായിട്ട്. ഈ കൊടുത്തേക്കണ കണക്ക് പ്രകാരമാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ എടുക്കണ അളവ് എങ്ങനെയാണോ അതനുസരിച്ചുള്ള അളവിലുള്ള തുണി വേണം നമ്മൾ എടുക്കാനായിട്ട്. അത്രയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്കിനി ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. പിന്നെ 0 to 1 വരുന്നത് നമുക്ക് 45 അപ്പൊ എനിക്ക് ഞാൻ എടുത്തേക്കണ തുണിയില് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ടാണ് 45 വരുന്നത്. ബാക്കിലേക്കും കൂടി മൊത്തം 45 വേണം. അപ്പൊ 45 എന്ന രീതിയിൽ 91 ഇഞ്ച് എനിക്ക് തുണിക്ക് നീളം വേണം. ഏത് ഫ്രണ്ടിലേക്ക് ബാക്കിലേക്കും കൂടി. വീതി എനിക്ക് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് 40 ഇഞ്ച് വേണം, ബാക്കിലേക്ക് 40 ഇഞ്ച്. അങ്ങനെ മൊത്തം 80 ഇഞ്ച്. നമുക്ക് ഫ്രണ്ടിലേക്കുള്ള കണക്ക് മാത്രം എടുത്താൽ മതിയാവും, കാരണം നമ്മൾ തുണി രണ്ടാക്കി മടക്കിയാണല്ലോ ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിലേക്ക് 40 ഇഞ്ചും മൊത്തം തുണിയുടെ നീളം എന്ന് പറയുന്നത് എനിക്ക് 91 ഇഞ്ചും കിട്ടിയാലാണ് എനിക്ക് ഈ അളവ് പ്രകാരമുള്ള ഡ്രസ്സ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു അര ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോളം നമുക്കിവിടെ വിടാം. അങ്ങനെ ഞാനിവിടെ ഒരു അര ഇഞ്ചോളം ഇങ്ങനെ നീക്കിയിട്ട് ഞാൻ ഒരു വര വരയ്ക്കാണ്. ഇതിങ്ങനെ ഒരു അര ഇഞ്ച് നീക്കി ഞാനിവിടെ ഒരു വര വരച്ചു. കണ്ടില്ലേ? ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് താഴേക്ക് അളവെടുക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ 0 to 3 എനിക്ക് 6.25. ഇവിടെ നിന്ന് 6.25 ഞാൻ അടയാളപ്പെടുത്തി. കുറച്ചുകൂടി താഴേക്ക് ഇറക്കി വെച്ചിട്ട് ഇതേപോലെ തന്നെ 6.25 ഇവിടെ അടയാളപ്പെടുത്തി. 3 to 4 നമുക്ക് 7.25. ഇവിടുന്ന് താഴേക്ക് ഞാൻ 7.25 അടയാളപ്പെടുത്തി. എന്നിട്ട് ഞാൻ ഇതിങ്ങനെ കൂട്ടി ഇങ്ങനെ യോജിപ്പിച്ചു. മനസ്സിലായില്ലേ? ആ അളവ് ചെരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇവിടെയും അതുപോലെ കുറച്ചുകൂടി ഇറക്കിയിട്ടും ഞാൻ അടയാളപ്പെടുത്തിയത്. 7.25 അടയാളപ്പെടുത്തി. അടുത്തത് 0 to 3 2.58 ആണ്. ഇപ്പൊ 2.5 എടുത്തു. അത് കഴിഞ്ഞ് ഒരു പോയിന്റ് കൂടി നീക്കി ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെയും ഞാൻ നെക്ക് ഇതിൽ ചെയ്യണില്ല, പക്ഷെ എന്നാലും ഞാൻ കാട്ടി തരുന്നു എന്നുള്ളൂ. ഞാൻ പേപ്പർ ഷീറ്റിലാണ് നെക്ക് വരയ്ക്കുന്നത്, ക്യാൻവാസ് ഇല്ല അതില്. അടുത്ത് 5 to 6 എനിക്ക് കിട്ടിയത് 5.25. ഇവിടെ നിന്ന് 5.25 എന്ന് പറയുമ്പോൾ ഇവിടെ വരും.
അതുപോലെ തന്നെ 5 to 7 വരുന്നത് 4.25. അത് ദേ ഇവിടെയും വരും. ഇത് വരയ്ക്കുമ്പോ ദേ കണ്ടോ, ഇതിങ്ങനെ വേണം ഇത് വരയ്ക്കാനായിട്ട്. ഞാൻ ഇതിലൊന്നും ചെയ്യണില്ല, എന്നാലും ജസ്റ്റ് കാട്ടി തന്നുള്ളൂ. എന്നിട്ട് ദേ ഇങ്ങനെ നിക്കടയാളപ്പെടുത്താം. ഇവിടെ ദേ 0 to 2 നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് 10 ഇഞ്ചാണ്. അത് ഇവിടെ വേണം അടയാളപ്പെടുത്താനായിട്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മള് 10 ഇഞ്ച് അടയാളപ്പെടുത്തി. നമുക്ക് തയ്യൽ തുമ്പ് അടക്കാണ് 10 ഇഞ്ച്, ഇല്ലെങ്കിൽ നമുക്ക് 8.5 ഇഞ്ചാണ് വരുന്നത്. മനസ്സിലായോ? ഇതിന് ദേ ഇങ്ങനെ വരച്ചു. ഇവിടെയാണ് നമ്മുടെ തയ്യൽ തുമ്പ് വരുന്നത്. ഇവിടെ നമ്മളുടെ ബോർഡിൽ നിന്ന് അളവ് പ്രകാരം ഇവിടെ വരും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമുക്കിവിടെ ആം ഹോൾ കർവ് വരയ്ക്കണം. ഒന്നിങ്ങി ഇങ്ങനെ ആം ഹോൾ സ്കെയിൽ കിട്ടും വാങ്ങാനായിട്ട്, അത് വെച്ച് വരയ്ക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് വരച്ചാലും മതി. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഭാഗത്ത് ഒരു 1/2 ഇഞ്ചോളം നമുക്ക് വിട്ടിട്ട് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. അതനുസരിച്ച് അതുപോലെ തന്നെ ബോർഡിൽ നിന്നെടുത്ത മെഷർമെന്റ് പ്രകാരം നമുക്ക് ഇവിടെ 8.5 വരുന്നത്. ഈ വരയ്ക്കുന്ന കർവ് ഈ 8.5 ഉള്ളിൽ കൊള്ളുകയും ചെയ്യണം. അങ്ങനെ വേണം നമ്മളിത് വരയ്ക്കാനായിട്ട്. ഇവിടെ ഒരു 1/2 ഇഞ്ചോളം വിട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ വരയ്ക്കാം. ഇവിടെ ഞാൻ 2 കർവ് വരയ്ക്കണില്ല, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എന്ന രീതിയിൽ വരയ്ക്കണില്ല. ഞാൻ സ്ലീവ്ലെസ് ആണ് ഇപ്പൊ ചെയ്യുന്നത്. അതുകൊണ്ട് ഒറ്റൊരു കർവ് മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇതിപ്പോ ഏകദേശം 1 ഇഞ്ചോളം ഈ ഇവിടുത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ചെരിച്ച് ഞാൻ വരച്ചു. അതുപോലെ തന്നെ ഇവിടെ ഒരു 1/2 ഇഞ്ച് നമുക്ക് വിടണം. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെരിച്ച് കട്ട് ചെയ്യണല്ലോ. ഇവിടെ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. നമുക്ക് ഇവിടെ ഷോൾഡർ സ്ലോപ്പ് എന്ന് പറയും, നമുക്ക് അതവിടെ വരയ്ക്കണം. ദേ ഇങ്ങനെ പിടിച്ച് ഈ നെക്ക് ബെഡ്ത്തിന്റെ അങ്ങോട്ടേക്ക് ഇങ്ങനെ ചെരിച്ച് വരയ്ക്കാം. ഇതാണ് ഷോൾഡർ സ്ലോപ്പ്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ചെയ്യേണ്ടത് 2 to 10 നമുക്ക് കിട്ടിയത് 13 ഇഞ്ച്. അതായത് ഷോൾഡറിന്ന് നമുക്ക് വേസ്റ്റ് എവിടത്തോളം വരെയാണ് എടുക്കണത് അവിടത്തോളം വരെയുള്ള അളവാണ് 2 to 10. നമുക്ക് 13 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ 13 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ നിന്ന് എവിടത്തോളം വരെ, ഇവിടെയാണ് 13 ഇഞ്ച് വരുന്നത്. ഇവിടത്തോളം വരെ നമ്മൾ അടയാളപ്പെടുത്തി. കണ്ടതേ ഇവിടെ വരും 13 ഇഞ്ച്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് 11 to 10. എനിക്കിവിടെ 5.25. അത് 11 to 10 ബെസ്റ്റ് പോയിന്റ്, 2 ബെസ്റ്റിന്റെ പോയിന്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണോ നോക്കാം. അതിന്റെ നേർപകുതിയാണ്. ഇതിപ്പോ 7.5 കിട്ടിയേക്കണെങ്കിൽ അതിന്റെ നേർപകുതി എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 7യുടെ നേർപകുതി എന്ന രീതിയിൽ ഞാനിപ്പോൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ വരുന്നത് 3.5 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് എന്ന രീതിയിൽ കിട്ടും. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്യണം. കാരണം നമ്മുടെ എക്സ്ട്രാ ഇവിടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ അപ്പൊ അത് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഷോൾഡർ ഉണ്ടല്ല, ഇല്ല, അങ്ങനെ നമുക്ക് 5.25 കിട്ടി. ഇവിടെ നമ്മള് 0 to 2 നമ്മൾ 10 ഇഞ്ചെല്ലാം അടയാളപ്പെടുത്തിയാണ്. ആ 10 ഇഞ്ച് തന്നെ ഇവിടെ നമ്മൾ എവിടെ വരണം നോക്കാം. ഇവിടെയാണ് ആ 10 ഇഞ്ച് വരുന്നത് അല്ലെ. അവിടുന്ന് വേണം 5.25 എന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ച് ഇവിടെ അടയാളപ്പെടുത്താം. ഇവിടെയാണ് നമ്മുടെ 5.25 ഇഞ്ച് എന്ന രീതിയിൽ കിട്ടുന്നത്. അത് ഇങ്ങനെ കൂട്ടി വരയ്ക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടത്തോളം വരെ നമ്മൾ ഈ തുണി കട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ ഇങ്ങനെ വരയ്ക്കാം. മനസ്സിലായില്ലേ? ഇങ്ങനെ അടുത്തത് ചെയ്യാനുള്ളത് എന്തൊക്കെയായി? അടുത്ത് 1 to 8 നമുക്ക് 20 ഇഞ്ച്. ഓൾറെഡി നമുക്ക് ഇവിടെ 20 ഇഞ്ച് തന്നെയാണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്.
കണ്ടില്ലേ? ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നെക്ക് ഞാൻ പേപ്പർ ഷീറ്റിലാണ് ചെയ്യുന്നത്, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അടി ഞാൻ ചെറിയൊരു കയറ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ചിൽ 2 ഇഞ്ചോ കയറ്റിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഓൾറെഡി ഇവിടെ നിന്ന് ഇവിടത്തോളം വരെ നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറിയ ചുരുക്കോട് കൂടിയാണ് ഇടുന്നത്. അപ്പം ഇവിടെ ഒരു 1/2 ഇഞ്ചും ഇവിടെ ഒരു 1/2 ഇഞ്ച് എന്ന രീതിയിൽ മൊത്തം 1 ഇഞ്ച് ഈ സൈഡുകളിൽ മാത്രമായിട്ട് കുറവ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഒന്നും ചെയ്യാഞ്ഞത്. കുഞ്ഞു കുട്ടികൾക്കാണ് തയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ 2 ഇഞ്ച് കൊടുത്ത് ഇങ്ങനെ ചെരിച്ച് ചെറിയൊരു കയറ് പോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. വലിയവർക്കാവുമ്പോൾ ചിലപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇത്ര കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഇവിടത്തോളം വരെ കട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ആം ഹോള് മാത്രം. ഇങ്ങനെ നെക്ക് ഞാൻ ഇതിൽ ചെയ്യുന്നില്ല, വേറെ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. ഇവിടുന്ന് ഇവിടത്തോളം വരെ കട്ട് ചെയ്യണം. ഇവിടുന്ന് ഇവിടത്തോളം വരെ ഞാനിപ്പോ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ആം ഹോള് കട്ട് ചെയ്യാണ്. നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്യാം. ഇനി നെക്ക് വെഡ്ത്തിന്റെ അവിടെ ഞാൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെറിയൊരു കട്ട് കൊടുക്കാണ്. ഞാൻ അത്ര മാത്രമേ ഇതിൽ ചെയ്യുന്നുള്ളൂ. അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ആം ഹോളിനെ ഞാൻ ഇപ്പം മറച്ചടിക്കുകയാണെന്ന് പറഞ്ഞില്ല, അതിന് വേണ്ടി ഒരു തുണി എടുത്തു. ശരിക്കും നമ്മുടെ തയ്ക്കണ തുണിയുടെ സെയിം കളറിലുള്ള ലൈനിങ് തുണി വേണം എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഇത് എടുത്തുന്നുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ലൈനിങ് തുണി തന്നെ എടുക്കണം. ഈ തുണീനെ ഞാൻ 2 മടക്കി അതിന് വീണ്ടും മടക്കി. അപ്പം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ 0 to 2 നമുക്ക് 10 ഇഞ്ചാണല്ലോ കിട്ടിയത്. ആ 10 ഇഞ്ച് തന്നെ നമുക്ക് തുണിക്ക് വീതി വേണം. എന്നാൽ മാത്രമാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇറക്കം ഞാനിപ്പോൾ ഒരു 13 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തുണീനെ ഞാനിങ്ങനെ അതിനെ ഇങ്ങനെ 2 മടക്കി അതിനെ വീണ്ടും ഒന്നുകൂടി മടക്കി. അത് നമ്മൾ കട്ട് ചെയ്യണേക്കാൾ മുൻപ് ആണ് ഈ തുണി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരുമിച്ചാണ്ട് കട്ട് ചെയ്ത് പോവായിരുന്നു. ഞാൻ ഈ കറക്റ്റ് അളവിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കാണ്. കണ്ടില്ലേ? അപ്പൊ നമ്മൾ എന്തായി, നെക്ക് മറച്ചടിക്കാനുള്ള തുണിയായി. ലൈനിങ് തുണി ഇടാണെങ്കിൽ ഇടാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ആ വേസ്റ്റ് വരെയുള്ള ഭാഗത്ത് മാത്രം ലൈനിങ് തുണി വെച്ചാലും മതിയാകും മറച്ചടിക്കാനായിട്ട്. ഇതാണ് പേപ്പർ ഷീറ്റ് അല്ലെങ്കിൽ പേപ്പർ ക്യാൻവാസ് എന്നൊക്കെ പറയും. നമുക്ക് ആവശ്യമായിട്ടുള്ള അളവ് എന്ന് പറയുന്നത് 0 to 5 2.58 ആണ്. ഇതിന് പകരം അതിൻ്റെ കൂടെ 1 ഇഞ്ച് എന്ന രീതിയിൽ കൂട്ടിയിട്ട് 3.58 എവിടെ വരുന്നു എന്ന് നോക്കാം. 3.58 എന്ന രീതിയിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇറക്കം വേണ്ടത് നമുക്ക് 5.25 ആണ്. 5.25 ഇറക്കടയാളപ്പെടുത്തി. ഇവിടെ 2.58 2.58 ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി. എന്നിട്ട് ഞാനിത് കൂട്ടി വരയ്ക്കാണ്. ഇതിങ്ങനെ എടുത്തു. രണ്ട് 2.58 ഇവിടെ 2.58 ഇവിടെ വരും. ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വരച്ചു. മനസ്സിലായില്ലേ? എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇത് കൊടുക്കാം. വേണമെങ്കിൽ റൗണ്ട് മതിയെങ്കിൽ റൗണ്ട് നെക്ക് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ആ രീതിയിൽ കൊടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇങ്ങനെ വന്നത് ഇങ്ങനെ റൗണ്ട് നെക്ക് വന്നു. മനസ്സിലായില്ലേ? ഇനി ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടി 1 ഇഞ്ച്
1 ഇഞ്ചിലെ 1/4 ഇഞ്ച് എന്ന രീതിയിൽ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ വരച്ച് ഇങ്ങനെ പോവാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വരച്ചേക്കണ ഈ ഇതുകൊണ്ട് തന്നെ ചെറിയൊരു ഷേപ്പ് പോലെ തന്നെ വരച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അടയാളപ്പെടുത്താം. കണ്ടില്ലേ? ഈ സെയിം രീതി തന്നെ നമ്മൾ താഴേക്ക് എടുക്കാണ്. നമുക്കിവിടെ ആവശ്യം എന്താണ് 2.58. അത് തന്നെ ഇവിടെ അടയാളപ്പെടുത്തി. ഒന്നെങ്കിൽ നീട്ടി ഇങ്ങനെ വരച്ചാലും മതി കേട്ടോ. അത് ഇതിങ്ങനെ നീട്ടി ഞാൻ താഴേക്ക് ഇങ്ങനെ വരച്ചു എന്നുള്ളൂ. വരയ്ക്കുക. ഇവിടെയും വേണമെങ്കിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണ് ആവശ്യം? 5 to 7 4/4. 5 to 7 4/4 എവിടെ വരും നോക്കാം. ഇത് ഇവിടെ വരും 4/4. ആ 4/4 ഇത് പറഞ്ഞ പോലെ ഇങ്ങനെ തന്നെ വരയ്ക്കുക. അവിടെയും റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ച് റൗണ്ട് നെക്ക് അടയാളപ്പെടുത്തി ഇവിടെ പറഞ്ഞ പോലെ തന്നെ 1 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് എന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ ഇതും അടയാളപ്പെടുത്തി. കണ്ടില്ലേ? ഇതെന്തായി? ഇത് ഫ്രണ്ടിലേക്കുള്ളതായി, ഇത് ബാക്കിലേക്കുള്ളതായി. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ രണ്ടാമത് വരച്ച വരയിൽ കൂടെ വേണം കട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട് നെക്കിന്റെ ഇത് സെന്റർ ആണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ നിന്ന് വെട്ടി കട്ട് ചെയ്തു. അതെ, ഫ്രണ്ട് നെക്ക് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് തെളിയിച്ച് ഇങ്ങനെ വരയ്ക്കുക. ഇതാണ് നമ്മുടെ എന്ത് ഫ്രണ്ട് നെക്ക്. പിന്നെ ബാക്ക് നെക്ക് ഇതേപോലെ തന്നെ തെളിയിച്ച് ഇവിടത്തോളം വരുള്ളൂ കേട്ടോ. ഇവിടത്തോളം വരെ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനിങ്ങനെ പിടിച്ച് ഇപ്പുറത്തേക്കൊന്ന് മടക്കാം. മടക്കിയിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ വരച്ചേക്കുന്നത് ഒന്ന് തെളിയാൻ വേണ്ടി, അപ്പുറത്തേക്ക് മാർക്ക് വരാൻ വേണ്ടി മാത്രം കൈകൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാം. അപ്പുറത്തേക്ക് കറക്റ്റായിട്ട് ഇപ്പം മാർക്ക് വന്നേക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഇപ്പുറത്തേക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് വരയ്ക്കുക, അല്ലെങ്കിൽ ആ കർവ് കൊണ്ട് തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. കണ്ടില്ലേ? ഇപ്പം എന്തായി? നമ്മുടെ ഫ്രണ്ടും ആയി ബാക്കും ആയി. കണ്ടില്ലേ? തെളിഞ്ഞത് വന്നേക്കണ കണ്ട. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ബാക്കിലത്തെ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിലത്തെ നെക്ക് ഇങ്ങനെ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടായി. ബാക്കിലത്തെ നെക്കും നമുക്ക് ആവശ്യമില്ലാത്തത് നമുക്കതും പറഞ്ഞ കട്ട് ചെയ്ത് കളഞ്ഞു. ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തി. എന്തായി? ഇത് ഫ്രണ്ടായി, ഇത് ബാക്കായി. ഇനി അടുത്ത് നമുക്ക് ബാക്കി വന്ന തുണി ഇതാണ്. ഇതിലേക്ക് പോക്കറ്റ് കൂടി ഞാൻ ഫിറ്റ് ചെയ്യുന്നുണ്ട്. 2 സൈഡിലുമാണ് പോക്കറ്റ് വെക്കുന്നത്. അപ്പം അതിന് വേണ്ടി ഞാൻ ബാക്കി വന്ന തുണീനെ ഇങ്ങനെ എടുത്തു. നമ്മുടെ പോക്കറ്റ് നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. 0 to 1 14 ഇഞ്ച്, 0 to 2 8 ഇഞ്ചാണ് ആവശ്യം. നമുക്ക് 2 സൈഡിലും പോക്കറ്റ് വെക്കാനുള്ളത് കൊണ്ട് ഇതിനിങ്ങനെ ഞാൻ ഇത് 2 തുണിയുണ്ട്. ഞാനിങ്ങനെ 2ആക്കി മടക്കി. അപ്പം 2ആക്കി മടക്കി. കണ്ട? 2ആക്കി മടക്കി. ഇപ്പം പോക്കറ്റിന് 0 to 1 14 ഇഞ്ച് എന്ന് പറഞ്ഞു. അതൊരു സൈഡിലേക്ക് മാത്രമാണ്. 14 എന്ന രീതിയിൽ 28 ഇഞ്ച് വേണം നമ്മൾ എടുക്കണ ഈ തുണിക്ക്. 2 പോക്കറ്റ് ഉള്ളതുകൊണ്ട് 2 തുണി എടുത്തു. അതിനെ ഞാൻ ഇങ്ങനെ 2ആക്കി ഇങ്ങനെ മടക്കി. ഇത് എന്തോരുണ്ട് നടന്നു നോക്കാണ്.
ഇതിപ്പോ 13.5 ഇഞ്ച് ഉള്ളൂ. ബെൻഡിൽ ബാലൻസ് എത്ര തുണി ഉണ്ടായുള്ളൂ. അപ്പൊ അതുകൊണ്ട് 13.5 ഇഞ്ച് നീളമാണ് ഞാൻ ഇപ്പൊ ഇതിനെടുത്തേക്കുന്നത്. നമുക്ക് 0 to 2 വരും. നമുക്ക് 8 ഇഞ്ചാണ്. ഇവിടെ നിന്ന് 8 ഇഞ്ച് അടയാളപ്പെടുത്താം. കണ്ടാ, ഞാനിവിടെ 8 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി. എന്നിട്ട് ഇങ്ങനെ കൂട്ടി വരച്ചു. ഇങ്ങനെ അതിനെ കൂട്ടി ഞാനിങ്ങനെ വരച്ചെടുത്തു. എന്നിട്ട് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 0 to 3 ഇവിടെ ഒരു 1/2 ഇഞ്ച് വിടാം. ഇവിടെ ഞാനൊരു 1/2 ഇഞ്ച് ഞാനിവിടെ വിട്ടു. കണ്ടില്ലേ? 3 to 4 7 ഇഞ്ച്. ഇവിടുന്ന് 3 to 4 7 ഇഞ്ചാണ് വരുന്നത്. ഇവിടുന്ന് ഞാൻ 7 ഇഞ്ച് അടയാളപ്പെടുത്തി. കണ്ടില്ലേ? ഇവിടെ വരും 7 ഇഞ്ച്. ഇത്ര കാര്യങ്ങൾ മനസ്സിലായില്ലേ? എന്നിട്ട് 3 to 5 1/2 ഇഞ്ച്. ഇവിടെ ഞാൻ വീണ്ടും ഒരു 1/2 ഇഞ്ച് ഇവിടെ ഞാൻ അടയാളപ്പെടുത്തി. ഇവിടെ ഞാൻ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി. മനസ്സിലായോ? എന്നിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ എന്ന രീതിയിൽ പോക്കറ്റ് വരത്തക്ക രീതിയിൽ വരയ്ക്കാണ്. ഇതല്ല ഇങ്ങനെ കണ്ടാ, ഈ വരച്ചേക്കണ ഇതില് കൊള്ളത്തക്ക രീതിയിൽ ഞാനൊരു പോക്കറ്റ് ഇങ്ങനെ വരച്ചെടുക്കാം. കണ്ടില്ലേ? ഇങ്ങനെ പ്രത്യേക ഷേപ്പൊന്നുമില്ല. അങ്ങനെ ഈ ഒരു ഷേപ്പിൽ വേണം നമുക്കിത് കട്ട് ചെയ്യാനായിട്ട്. കണ്ടില്ലേ? ഇത്രേ ഉള്ളൂ. ഇത് നമുക്കിഞ്ഞിത് കട്ട് ചെയ്തെടുക്കാം. ദേനോ അപ്പൊ അങ്ങനെ നമ്മളെ പോക്കറ്റിൽ ശരിയായിട്ടുണ്ട്. ഇപ്പൊ ഇതൊരു പോക്കറ്റ്, ഇതൊരു പോക്കറ്റ്, അങ്ങനെ 2 സൈഡിലും ഓരോ പോക്കറ്റ് വീതം വരും. കണ്ട, 2 സൈഡിലും ഓരോ പോക്കറ്റ് വീതം വരും. അപ്പൊ നമ്മളെ സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നല്ല തുണി കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, അതിലേക്ക് ലൈനിങ് തുണി ഞാൻ ഈ വേസ്റ്റ് വരെ മാത്രമേ ലൈനിങ് തുണി എടുത്തിട്ടുള്ളൂ. മൊത്തം എടുക്കാം. പിന്നെ എടുത്തേക്കുന്നത് നെക്ക്, ഇത് ബാക്ക് നെക്ക്, ഇത് ഫ്രണ്ട് നെക്ക്, 2 പോക്കറ്റ്. ഇത്ര കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ എന്തിനുള്ളത്, സൈഡ് ഗ്യാദേർഡ് ഫ്രോക്കിലെ കട്ടിങ്ങിനുള്ളത്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. എനിക്ക് അറിയാവുന്ന രീതിയിൽ ക്ലിയർ ചെയ്യുക. എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.